പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് സ്വർണ്ണവില വീണ്ടും ഉയരുകയാണ്. ഇന്ന് 880 രൂപയാണ് ഒരു പവന് കൂടിയിരിക്കുന്നത്. ഇന്ന് മാത്രം ഒരു പവന്റെ വില 1,03,560 രൂപയാണ്. ഇന്നലെ അത് 1,02,680 രൂപയായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം വെച്ചാണ് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണം കണ്ട് വാങ്ങുന്ന ഈ ഒരു പരിപാടി എല്ലാവർക്കും കൂടി ഒറ്റയടിക്കാണ് നിർത്തിയാലേ തീരുമാനമാവുക. അല്ല നിങ്ങൾക്ക് ഇത് എന്ത് കണ്ടിട്ട് ആർക്കും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഹെയർ ഇതിൽ കൂടിയും ഈ സ്വർണ്ണ വില എത്രത്തോളം 1,00,000 മേലൊക്കെ ദിവസം കൂടുന്തോറും ഇതിങ്ങനെ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ ഈ ആൾക്കാർ നിങ്ങൾ ഈ കൊല്ല ചെയ്യാണ്. എന്ത് സംഭവിക്കാൻ പോലും എന്ന് വെച്ചാല് നടന്നു പോണ പല പെണ്ണുങ്ങളും റോട്ടുമേലോട് കെടുക്കേണ്ടി വരും. കെടുക്കണത് വേറെ ഒന്നല്ല, ഇതാ ഈ സ്വർണ്ണം കയറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ പിടിച്ച് പറിച്ചിക്കാണ്ട് പോവുക. ഇതൊക്കെ ആയിരിക്കും ഇവിടെ സംഭവിക്കല്ലേ. അതുകൊണ്ട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ പെരിയിൽ അവിടെ എവിടെയെങ്കിലും മൂലക്കങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ട് വലിയ ഗ്യാരണ്ടി കെട്ടിക്കാണ് മടം നടന്നോടെ. ഇത് കോണിപ്പാടി ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ പോണ മാതിരി ഇതിന്റെ പൈസ ഇങ്ങനെ കൂട്ടി വെക്കണമെന്ന് കരുതിയിട്ട് ഈ ആൾക്കാരെല്ലാവരും കൂടി വന്നുകൊണ്ട് സ്വർണ്ണം വാങ്ങുന്ന വിചാരിക്കണത്. എനിക്കൊന്നും ചേട്ടാ, എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും വലിയ അടി വരല്ലേ ഇനി ജ്വല്ലറിക്കാർക്കായിരിക്കും. ഇത്രയൊക്കെ വില ഇങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരോട് വെക്കാണ്ട് എങ്ങനെ ഈ ഗോൾഡ് കട വാങ്ങല്? അല്ല കൊമ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ പൈസ ഒക്കെ ഇങ്ങനെ ഏത് ഭാഗത്തുനിന്നും ഇങ്ങോട്ട് വന്നിങ്ങനെ നിറഞ്ഞ പോക്കറ്റൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് പിന്നെ എത്ര വില കയറിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാരുണ്ടല്ലോ, ഒരു സ്വർണ്ണം വേണം, ഒരു പൊന്ന് വേണം, കയ്യിലിടണം, കാലിലിടണം, കാതിൽ കുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് കുറച്ച് പൈസ ഇങ്ങനെ ഉരുക്കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ സ്വപ്നങ്ങളൊക്കെയാണ് ഈ സ്വർണ്ണത്തിനൊക്കെ ഇങ്ങനെ വില കൂട്ടിക്കാണ് ചെയ്യണത്. ഈ ഇതിന്റെ ബാക്കിലുള്ള ഈ കുറ്റിമറിച്ചാൽ ഇറങ്ങിയിട്ടുള്ള ആൾക്കാരെ തകർത്തി കൊടുക്കണത്. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കൂട്ടിക്കോളി. ഇവിടെ എന്തുണ്ടാവില്ലേ ഒല്ല എല്ലാവരും കൂടി തീരുമാനം എടുക്കും എന്ത് സ്വർണ്ണം വാങ്ങണ്ട എന്നാണോ വില കണ്ടിട്ട് കുറയണേ അന്ന് വാങ്ങാന്നുള്ള അത് എത്തും കണ്ടെത്തും. അപ്പൊ നിങ്ങൾ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് ഉറച്ചോളും.